വെറും 5 മിനിറ്റ് കൊണ്ട് ഇത് കണ്ടോ, എന്താ ഇങ്ങനത്തെ ഒരു കറുമുറു മിക്സ്ചർ. സേവനാഴി വേണ്ട, കടലമാവ് വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തൊരു ഐഡിയ ആണ് കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം നമുക്ക് തിളയ്ക്കുന്നവരെ വെക്കാം. ഇങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതാ കൊണ്ടുപോയി അതിലേക്ക് നമ്മൾ ഇട്ടെടുക്കുന്ന ഒരു 3/4 കപ്പ് സേമിയാണ്. ഒരുപാട് തിന്നായ സേമിയല്ല, നമ്മൾ പായസത്തിനൊക്കെ വാങ്ങിക്കുന്ന സേമിയല്ലേ, പീസായിട്ടുള്ള സേമിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, വറക്കാത്ത സേമിയ കേട്ടോ. ഇനി ഇതൊന്ന് കുക്കാവട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സാധനം കുക്കായി കിട്ടും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഐറ്റം തന്നെയായിരിക്കും ഇത്. ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്കാവരുത്, നമുക്ക് കടിക്കാനുള്ള പരിവായിരിക്കണം, എന്നാൽ കുക്കായിരിക്കണം. ഇനി അതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്യണം. അപ്പം ഞാൻ എന്താ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്ത വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് അതിനി ഓവർ കുക്കാവാതിരിക്കാനാണ് ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ച് എല്ലാവിടേക്കും ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു മിനിറ്റ് നമ്മളങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് പോകാൻ വേണ്ടി വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഒരു കിച്ചൺ ടവൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സേമിയ എന്നിട്ട് അതിൻ്റെ വെള്ളം, ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളയാനാണ്. ഇത് 2 മിനിറ്റ് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഒലർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒലർന്ന് വന്നിട്ടുള്ള സേമിയെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ, നല്ലോണം 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഒലർത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ മിക്സ് ചെയ്യുക. അതായത് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ നന്നായി നമ്മൾ അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് എല്ലാവിടെയും ആക്കി ഇങ്ങനെ ഒലർന്ന് കിട്ടണം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ സേവയൊക്കെ ഉള്ള മാതിരി ഉണ്ടാവും കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നല്ലോണം ഒലർന്ന് വന്നിട്ടുണ്ട് ഇതാ ഈ ഐറ്റം. ഇനി നമുക്കിതിനെ ഒന്ന് അങ്ങനെ റെഡിയാക്കി വയ്ക്കാം. കണ്ടോ, ഇതായിരിക്കണം പരുവം, ഒട്ടും ഒട്ടിപ്പിടിച്ചിരിക്കരുത്. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ. നമുക്കിനി കുറച്ച് എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം. ഇതാ എണ്ണ ഇങ്ങോട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി അങ്ങോട്ട് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കതിന് ഇടയ്ക്കൊന്നും മറിച്ചിടാം. ഒരുപാട് നേരമൊന്നും ഇത് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ വെള്ള കളറിൽ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, നമുക്ക് കളറൊക്കെ കഴിഞ്ഞിട്ട് പിന്നാലെ വരുത്താം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ആ സൗണ്ട് നിൽക്കണം. ആ ഒട്ടും ബബിളിങ് ഇല്ലാതെ ഫുള്ളായിട്ട് സൗണ്ട് നിൽക്കുമ്പോൾ വാങ്ങിയെടുക്കുക. കഴിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് ആ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക്. ഇനി ഞാൻ ഇതിലേക്ക് അതൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി വറുത്തെടുക്കുകയാണ്. മിക്സ്ചറിൽ കറിവേപ്പിൻ്റെ ഇല പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ കൊടുക്കും. അപ്പോൾ അതാ വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സ്ചറല്ലേ, ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഭുജിയ പോലെ വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് ഇനി നമ്മൾ കുറച്ച് പീനട്ടാണ് വറുത്തെടുക്കുന്നത്. റോ ആയിട്ടുള്ള കടലയെടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. അത് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറഞ്ഞാൽ കടല വേവിക്കുമ്പോൾ വറുത്തെടുക്കുമ്പോൾ കുറച്ച് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വറുത്തെടുക്കുക. ഇതാക്കും നമ്മുടെ കടലയും വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതോടുകൂടി വേണമെങ്കിൽ നിർത്താം. പക്ഷേ ഞാൻ കുറച്ച് പൊട്ടുകടലയും കൂടി വറുക്കണം കേട്ടോ. ഒരു പിടി പൊട്ടുകടലയും കൂടി വറുത്തിട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മിനിറ്റ് വേണ്ട കേട്ടോ. പൊട്ടുകടല കടലയൊക്കെ വറുക്കാനാകെ 1-2 മിനിറ്റൊക്കെ മതി. ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പൊട്ടുകടലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇത് ഓപ്ഷനിലാണ്. ഈ ഓയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഓയിലൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടലയും പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണയിൽ മൂപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഡ്രിസ് ചെയ്തിട്ട് ഇതേമാതിരി ഇളക്കിയെടുത്താലും മതി. ഞാൻ ഈ കായൊക്കെ ഒന്ന് ചൂടാകുമ്പോഴുള്ള ഫ്ലേവറിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ആക്കിയെടുക്കുക. എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ പിടിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെയാക്കുമ്പോൾ ഇത് നമുക്ക് സേമിയാണെന്നൊന്നും നമ്മളിത് കഴിക്കുമ്പോൾ അറിയേ പോലും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു സൂപ്പറായിട്ടുള്ള ഒരു മിക്സ്ചർ തന്നെയാണ്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. കണ്ടോ ക്രിസ്പിനെസ്? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.